Next problem, problem 2. Prove the sequence an where an is defined by root n plus 1 minus root n converges and find its limit. Okay. നമുക്ക് ആദ്യം എ എൻ എന്ന് പറയുന്ന സീക്വൻസിനെ റാഷണലൈസ് ചെയ്തെടുക്കാം. റാഷണലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ടേമിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് എൻ പ്ലസ് 1 പ്ലസ് റൂട്ട് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ കിടക്കുന്ന പോർഷൻസ് നോക്കാം. ഇതെന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ്. അതെന്ന് വരുന്ന സമയത്ത് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? റൂട്ട് എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എൻ സ്ക്വയർ എന്ന് വരും. അപ്പോൾ റൂട്ട് എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നെ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് 1 എന്നാണ്. റൂട്ട് എൻ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എൻ ആണ്. ഡിനോമിനേറ്ററിൽ ആ ടേം അങ്ങനെ തന്നെ വരും. ഓക്കെ, ഇവിടെ പ്ലസ് എന്നും മൈനസ് എന്നും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/√n + 1 പ്ലസ് √n വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എ എൻ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1/√n + 1 പ്ലസ് √n എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ അടുത്തത് എ എൻ പ്ലസ് 1 കണ്ടുപിടിക്കാൻ പോവുകയാണ്. എ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഈ കിട്ടിയതിൽ എന്നിന് പകരം n കാണുന്നോർത്ത് n + 1 കൊടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? റൂട്ട് n + 1 പ്ലസ് 1 പ്ലസ് റൂട്ട് എൻ പ്ലസ് 1 എന്ന് വരും. 1 + 1 എന്ന് പറയുമ്പോൾ 2. അങ്ങനെയാണ് ഇവിടെ റൂട്ട് എൻ പ്ലസ് 2 പ്ലസ് റൂട്ട് എൻ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താണ്? n + 2 ഗ്രേറ്റർ ദാൻ n + 2 ഗ്രേറ്റർ ദാൻ n + 1 എന്ന് പറയും. ഇപ്പോൾ രണ്ടിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാലും അതും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. സിമിലർലി നമുക്ക് അടുത്ത ടേം അറിയുന്ന കാര്യമാണ് എന്താണ്? റൂട്ട് എൻ പ്ലസ് 1 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ എന്ന് പറയുന്ന കാര്യം നമുക്കറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെയാണ് എ ഗ്രേറ്റർ ദാൻ ബിയും അതേമാതിരി തന്നെ വേറൊരു സി ഗ്രേറ്റർ ദാൻ ഡി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എ പ്ലസ് സി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി ആയിരിക്കും. ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് റൂട്ട് എൻ പ്ലസ് 2 പ്ലസ് റൂട്ട് എൻ പ്ലസ് 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് എൻ പ്ലസ് 1 പ്ലസ് റൂട്ട് എൻ എന്ന് എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഇനീക്വാളിറ്റീൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ലെസ് ദാൻ റിവേഴ്സായിട്ട് ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? എ എൻ പ്ലസ് 1ഉം ഇതെന്ന് പറയുന്നത് എ എൻ ആയിരുന്നു. ദർഫോർ വി ക്യാൻ ഗെറ്റ് എ എൻ പ്ലസ് 1 വിച്ച് ഈസ് ലെസ് ദാൻ എ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഇത് ഏത് കണ്ടീഷനായിരുന്നു? ഇങ്ങനെ ഒരു സീക്വൻസിലെ എലമെൻറ്റ് എ എൻ പ്ലസ് 1 വിച്ച് ഈസ് ലെസ് ദാൻ എ എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സീക്വൻസിന് നമ്മളൊരു പേരിട്ട് വിളിക്കുമായിരുന്നു. എന്തായിരുന്നു? മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയും. Therefore, we have to get that the sequence an is monotonically decreasing എന്ന് പറയുന്നത്. ഓക്കെ, ആൾസോ നമ്മുടെ ഈ ഒരു ടേം എന്ന് പറയുന്നത് എ എൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1/√n + 1 പ്ലസ് റൂട്ട് എൻ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അതെപ്പോഴും അതായത് നിങ്ങൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് 0-നേക്കാളും വലിയൊരു വാല്യൂ എന്നറിയാം. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ എല്ലാ ടേംസ് എന്ന് പറയുന്നതും 0-നേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ 0 എന്തായിരിക്കും? ആ ഒരു സീക്വൻസിൻ്റെ ലോവർ ബൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സീക്വൻസ് എ എൻ വിച്ച് ഈസ് ബൗണ്ടഡ് ബിലോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു സീക്വൻസ് എന്താണ് നമുക്ക് കിട്ടിയത്? എ എന്ന് പറയുന്നത് ഒരു മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസും അതേമാതിരി തന്നെ അത് ബൗണ്ടഡ് ബിലോ ആണ്. ഇനിയാണെങ്കിൽ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ദർഫോർ ദ സീക്വൻസ് എ എൻ ഈസ് കൺവേർജൻ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് എ എൻ കണ്ടുപിടിക്കണം. ലിമിറ്റ് എ എൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ലിമിറ്റ് എ എൻ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എ എന്ന് പകരം റൂട്ട് എൻ പ്ലസ് 1 മൈനസ് റൂട്ട് എൻ എന്ന് എഴുതി അതിനെ നമ്മൾ റാഷണലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 1/√n + 1 പ്ലസ് റൂട്ട് എൻ എന്ന് പറയാം. ഓക്കെ, വെൻ എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി, എന്നിന് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? 1/√∞ + 1 പ്ലസ് റൂട്ട് ഇൻഫിനിറ്റി എന്ന് വരില്ല. എന്ത് ഫോമില? 1/∞ എന്ന് പറയുന്ന ഫോമിൽ 1/∞ എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി അപ്രോച്ചിങ് ടു 0, ദാറ്റ് വിൽ ബി ആർ കൺസിഡറിങ് ദാറ്റ് ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ലിമിറ്റ് എ എൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് ആ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് എക്സൻ വെർ എക്സൻ ഈസ് ഡിഫൈൻഡ് ബൈ 1 + 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1/n ഫാക്ടോറിയൽ ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. സോ വി ഹാവ് ടു ഷോ ദാറ്റ് ദിസ് സീക്വൻസ് വിൽ ബി കൺവേർജസ് ടു 0 ആൻഡ് ആൾസോ വി ഹാവ് ടു ഷോ ദാറ്റ്
2 less than or equal to limit xn which is less than or equal to 3 എന്ന് പറയും. Okay, so we have to show that two conditions. First of all, we have to show that this sequence will be converges to 0, and next we have to show that the limit of the sequence lies in between the values 2 and 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാണിക്കേണ്ടത്, നമ്മളിവിടെ കാണിക്കുന്നത് xn+1 മൈനസ് xn കമ്പ്യൂട്ട് ചെയ്യുകയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു xn+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് 1+, ഇതേ ഈക്വൽ ടു ഇനി എഴുതേണ്ടതാണ് 1+1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് xn+1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/n+1 ഫാക്ടോറിയൽ മൈനസ് ഇനിയൊക്കെ ഇത്രയും ടേം ഇവിടെ എന്ത് ചെയ്യുക? നീട്ടി എഴുതുക. അതിനുമ്പോൾ 1ഉം -1 ക്യാൻസൽ ചെയ്ത് പോകും, ഇതും ഇങ്ങനെ ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് നമുക്ക് ഏത് ടേം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? 1/n+1 ഫാക്ടോറിയൽ എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ therefore we have to get that xn+1 minus xn which will be equal to 1/n+1 ഫാക്ടോറിയൽ which is greater than 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ത് കിട്ടി? നമുക്കിത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. 1/n+1 ഫാക്ടോറിയൽ നമ്മൾ എന്നിന് 0 മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിന് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ എന്നിന് 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഫാക്ടോറിയൽ എന്ന് മുതലാ തുടങ്ങുക. അതൊക്കെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. therefore we have to get that xn+1 minus xn greater than 0, that is തൊട്ട് താഴെ നിങ്ങൾ എഴുതണം, which implies that xn+1 which is greater than xn for all n belongs to n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസിന് നമ്മൾ എന്തോ പേരിട്ട് വിളിക്കായിരുന്നു, അതായിരുന്നു നമ്മൾ പറയുന്നത് the sequence increasing sequence എന്ന് പറയുന്നത്. therefore we have to say that the sequence xn is increasing. നമ്മുടെ സീക്വൻസ് xn എന്ന് പറയുന്നത് ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? ഓക്കെ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ആൾസോ ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 n ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു നമ്മളിങ്ങനെ എഴുതാം n ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ടു n ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഹാസ് n-1 ഫാക്ടേഴ്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, n എന്ന് പറയുന്നത് നമ്മൾ 2വിനേക്കാളും വലിയ ഏതൊരു n ചൂസ് ചെയ്ത് കഴിഞ്ഞാലും n-1 ഫാക്ടോറിയലിനെ n-1 ഫാക്ടേഴ്സ് ഓഫ് വിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 2വിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പറയാവുന്ന കാര്യമാണ്. അതായത് ഈ എഴുതിയ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് n ഫാക്ടോറിയൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2n-1 എന്ന് നമ്മളോട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് n 2ൻ്റെ മുകളിലോട്ട് എടുക്കും, 2 അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ 3 ഫാക്ടോറിയൽ എടുക്കുകയാണ് വിചാരിച്ചു. 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും 3 ഇൻറ്റു 2 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. ഇനി 2⁻³ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2⁻² വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പം നമുക്ക് അതെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ് 6 ഗ്രേറ്റർ ദാൻ 4. സിമിലർലിയാണ് നമുക്ക് കണ്ടീഷൻ വന്നത്. ഇനി 3യോ 4ഓ 5ഓ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മുടെ കയ്യിൽ ഈ ഒരു ഇനീക്വാളിറ്റി ഉണ്ട്, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ കണ്ടീഷൻ കിട്ടും? 1/n ഫാക്ടോറിയൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2n-1 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ളത് 1/n ഫാക്ടോറിയൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2n-1 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ 1/2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ 1/2⁻² -1 വരുമ്പോൾ 1/2 ആയിരിക്കും അല്ലേ? ഇനി അടുത്തത് നമ്മൾ 1/3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ 1/2⁻³ പറയുമ്പോൾ 2² ആയിരിക്കും. അതിന് 4 ആകുമ്പോൾ 1/4 ഫാക്ടോറിയൽ വിച്ച് ഈസ് ലെസ് ദാൻ 1/2⁻² വരുമ്പോൾ 4-1 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും അല്ലേ? ഇങ്ങനെയുള്ള കണ്ടീഷനാണ്. ഓക്കെ, അത് മനസ്സിൽ വയ്ക്കാം. നമുക്ക് xn എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 1 ഫാക്ടോറിയൽ പ്ലസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ. അപ്പോൾ ഫസ്റ്റത്തെ 2 ടേമിനെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തി. 1/2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1/2. സോ അതിന് പകരം നമ്മൾ 1/2 വെച്ച് റീപ്ലേസ് ചെയ്തു. അതാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായി. 1/3 വിച്ച് ഈസ് ലെസ് ദാൻ 1/2 ഫാക്ടോറിയൽ അത് വെച്ചിട്ട് ഇനി അടുത്ത് 1/4 ആകുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ 1/2² എക്സെട്ര 1/n എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 1/n ഫാക്ടോറിയൽ വിച്ച് ഈസ് ലെസ് ദാൻ 1/2n-1. സോ ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദിസ് ടേം 1/2n-1 എന്ന് പറയും. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് കിട്ടി? xn വിച്ച് ഈസ് ലെസ് ദാൻ ദിസ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് സീക്വൻസ് നോക്കിക്കുകയും ഇത് എന്ത് സീക്വൻസ് ആണ്? ഇറ്റ് ഈസ് എ ജോമെട്രിക് സീക്വൻസ് എന്ന് പറയും അല്ലേ? ജോമെട്രിക് സീക്വൻസ് വിത്ത് അതിൻ്റെ r എന്ന് പറയുന്നത് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? 1/2 ആയിട്ട് വരുന്ന കേസാണ് നമുക്ക് വരുന്നത് അല്ലേ? നമ്മളെല്ലാ ടേംസും
ഒന്ന് ഡിവൈഡ്, അതായത് ഒരു ജോമെട്രി സീക്വൻസ് എവിടെ നിന്ന് മുതലാണ് നമ്മുടെ ജോമെട്രി സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് 1+1/2+1/2² ഓക്കെ, ഇത്രയും ടേംസ് ഞാൻ ഇവിടെ ഈ 1 കൂടി കൂട്ടി 1 പ്ലസ് ഇതൊരു ജോമെട്രി സീക്വൻസ് ആണ്. ഈ ജോമെട്രി സീക്വൻസിൻ്റെ എന്താണ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, എങ്ങനെ കോമൺ റേഷ്യോ കണ്ടുപിടിച്ചതെന്ന് നമുക്ക് അറിയില്ല. 2 ടേമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആയിരിക്കണം അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ജോമെട്രി സീക്വൻസിൻ്റെ സമ്മ് എന്ന് പറയുന്ന ഇക്വേഷനാണ് 1 - r⁻n ഓൾ ഡിവൈഡഡ് ബൈ 1 - r. അത് വെച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1+, ഈ 1 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ ജോമെട്രി സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1 - r ഇവിടെ എന്തായിരുന്നു? 1/2 ആയിരുന്നു. അത് വെച്ച് നമ്മൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താ കിട്ടും? ഇതിങ്ങനെ വരും 1+1 - 1/2, അതായത് ഓൾ പവർ n ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? ഒരു 1/2 എന്ന് വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1+, ഈ 2 മുകളിലോട്ട് പോകുമ്പോൾ 2 × 1+1/2 ഓക്കെ, 1/2 ഓൾ പവർ n എന്ന് നമുക്ക് വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1+, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 × 1 പറയുമ്പോൾ 2 പ്ലസ് 2 × 1/2 ഓൾ പവർ n എന്ന് നമുക്ക് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1+2, സോറി ഇവിടെ ഒരു മൈനസ് ആണ്, ഞാൻ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്, മൈനസ് ആണ്, മൈനസ് ഇവിടെ മൈനസ് ആണ്. ഓക്കെ, 2 × 1/2n വരെ. അപ്പോൾ ഈ ഒരു 2 ഇതൊന്നും ഒരു 2 കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1/2n - 1 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. 1+2 - 1/2n - 1 എന്ന് കിട്ടി. ഇതെന്തായാലും വിച്ച് ഈസ് ലെസ് ദാൻ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ 1+2 എന്ന് പറയുമ്പോൾ 3 - 1/2n - 1 എന്നാണ്. 2ൻ്റെ മുകളിലുള്ള ഏതൊരു വാല്യൂസ് എടുത്ത് കൊടുത്ത് നോക്കുക. 3 - 1/2 2^3ഉം 2^4 2^5 അങ്ങനെയൊക്കെ വരിക. ഏത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒക്കെ എന്തായിരിക്കും? ലെസ് ദാൻ 3 ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് കണ്ടീഷൻ കിട്ടി? xn വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 3 എന്ന് നമുക്ക് കിട്ടി കേട്ടോ. അത് മനസ്സിലാലോചിച്ച് വയ്ക്കാം. ഇനി അതേമാതിരി തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കുക? 1+1/1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ നമുക്ക് xn എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മളവിടെ വെച്ചു. ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഇതെന്തിനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ x1ൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടീഷൻ പറഞ്ഞത്, അതായത് xn വിച്ച് ഇസ് ലെസ് ദാൻ 3 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. n എന്ന് പറഞ്ഞ് 2ൻ്റെ മുകളിലോട്ടാകുമ്പോഴാണ് ആ റിസൾട്ട് ട്രൂ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് n-ന് 1 ആവുന്ന സമയത്ത് കൂടി എന്താണെന്ന് നോക്കണം. അതിനാണ് നമ്മളിവിടെ സെപ്പറേറ്റ്ലി n is equal to 1 ആവുന്ന കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ n is equal to 1 എന്ന് പറയുന്ന സമയത്ത് 1 പറയുന്ന സമയത്ത് വിച്ച് ഇസ് ലെസ് ദാൻ 3 ആണ്. ദർഫോർ വി ഹാവ് സേ ദാറ്റ് xn വിച്ച് ഇസ് ലെസ് ദാൻ 3 ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ എന്താ കിട്ടി? xn എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണെന്നും അതേമാതിരി തന്നെ ബൗണ്ടഡ് എബോ ആണെന്നും കിട്ടി അല്ലേ? നമ്മൾ ആദ്യം കാണിച്ചത് എന്തായിരുന്നു? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന്. ഇപ്പോൾ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഫോർ ഓൾ n ബിലോങ്സ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് xn എന്ന് പറയുന്ന സീക്വൻസിൽ എല്ലാ ടേംസും 3-നേക്കാൾ താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതായത് ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് എബോ ബൈ 3 ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? xn എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്താ പറയാൻ പറ്റുക? xn എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആൾസോ അറിയുന്ന ഒരു കാര്യമാണ് x1 എന്ന് പറയുന്നത് 2 ആണെന്ന് പറയുന്നത്. അതായത് നമ്മൾ സീക്വൻസിൻ്റെ ടേംസ് പറയുമ്പോൾ x1 x2 x3 x4 എന്നല്ലേ വരിക. അപ്പോൾ x1 എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ടേമും നമുക്കറിയാം 3-നേക്കാൾ താഴെയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? xn എന്ന് പറയുന്നത് 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത് എന്ന്. ഇപ്പോൾ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആണെന്നുണ്ടെങ്കിൽ
ലിമിറ്റ് ഓഫ് ദിസ് സീക്വൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ബിറ്റ്വീനായിട്ടാണ് കിടക്കുക, എൻ്റെയും ബിൻ്റെയും ഇടയിലായിട്ടാണ് കിടക്കുക എന്ന് പറഞ്ഞൊരു തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, 2 ≤ ലിമിറ്റ് എക്സ് എൻ വിച്ച് ഈസ് <3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്താ പറയാൻ പറ്റും, 2 < ലിമിറ്റ് എക്സ് എൻ വിച്ച് ഈസ് <3 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയായിരുന്നു ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്.